ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോ സ്വാഗതം. ഇന്നൊരു ചെറിയൊരു വീഡിയോ ആണ്. അണ്ണൂർക്കാവിലെ വീഡിയോ ആണ്. നമ്മൾ ശനിയാഴ്ചയാണ് പോയത്. നമ്മുടെ കസിൻ്റെ വീട് അവിടെ അടുത്തുള്ളതുകൊണ്ട് നമ്മൾ ശനിയാഴ്ച വൈകുന്നേരം അവരെ വീട്ടിൽ പോയത് ഒരു 10:30ക്കാണ് നമ്മൾ കാവിലേക്ക് വന്നത്. 10 മണിക്ക് ഒരു പൊട്ടുണ്ടെന്ന് പറയുന്നത് കേട്ട്. നമുക്ക് കാണാൻ പറ്റില്ല. പൊട്ടുന്ന ശബ്ദം മാത്രമേ കേൾക്കാൻ പറ്റിയിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ കാവിൻ്റെ അകത്ത് കയറി. തിരക്ക് കുറഞ്ഞുകൊണ്ട് നമുക്ക് നല്ലവണ്ണം തൊഴുതാനും പ്രാർത്ഥിക്കാനും നടക്കാനും ഒക്കെ പറ്റിയിരുന്നു. അല്ലെങ്കിൽ നമുക്ക് തൊഴുതാനും നടക്കാനും പറ്റും, അത്ര തിരക്കുണ്ടാവും. ശനിയാഴ്ച കാര്യമായിട്ടൊന്നുമില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ നമ്മൾ അമ്പലത്തിന് നോക്കുമ്പോൾ ഒരു വരാന്തയിൽ നിറച്ച് കുറേ ചക്കകൾ കണ്ടു. എന്താണെന്ന് ഇത് നമുക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ നമ്മൾ പെട്ടെന്ന് അമ്പലത്തിൽ കുറച്ച് ജനങ്ങൾ കൂടുന്നത് കണ്ടു. എന്താണെന്നറിയാൻ ഒരാളോട് ചോദിച്ച് പറഞ്ഞ് ഇപ്പോൾ ഒരു കാഴ്ച വരാനുണ്ട്, പിന്നെ ഒരു ചക്ക കൊത്തൽ പരിപാടിയുണ്ട്, ചടങ്ങും ഉണ്ടെന്ന് പറഞ്ഞു. അതൊന്നും നമ്മൾ കാണാൻ നിന്നില്ല. നമ്മളവിടെ കുറേ നേരം ഇരുന്നതിന് ശേഷം നമ്മൾ പിന്നെ പുറത്തേക്ക് പോകാനായിട്ട് രാത്രി ദേവതറീശനും അംഗക്കാരനും പപ്പൂരനും പുലച്ചക്കാന്ന് സീതയും മക്കളും, പിന്നെ രാവിലെ തൂവക്കാലയുണ്ട്, ബാലി സുഗ്രീവൻ അങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. നമുക്ക് ശരിക്കും അറിയത്തില്ല, പറഞ്ഞതാണ് അവർ. പിന്നെ പുറത്തേക്ക് നല്ല കമ്മൽ സ്റ്റാളുകളുണ്ട്, ഒരുപാട് സ്റ്റാളുകളുണ്ടായിരുന്നു. കാതിലിൻ്റെ വെറൈറ്റി ഉണ്ട്, പിന്നെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. എല്ലാം നമ്മൾ കണ്ടു. പിന്നെ ഇത് ഒരു മരത്തിൽ ലൈറ്റ് പിടിപ്പിച്ചുകൊണ്ട് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസെല്ലാം എടുത്ത് പിന്നെ ഒരു 12 നമ്മൾ മെല്ലനെ വീട്ടിലേക്ക് പോകാം. കാഴ്ച വരവൊന്നും കാണാൻ നമ്മൾ നിന്നില്ല. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോകാൻ നോക്കുകയാണ്. പിന്നെ പോകുന്ന വഴിക്കെല്ലാം സ്റ്റാളുകളൊക്കെ ഉണ്ട്, അതൊക്കെ കണ്ടൊന്നും വാങ്ങാൻ നിന്നില്ല. പിന്നെ ഒന്ന് വീഡിയോസ് നടക്കാൻ പറ്റില്ല, തിരക്ക് കൂടി. കാഴ്ച വരുന്നതുകൊണ്ട് തിരക്ക് കൂടി. പിന്നെ നമ്മൾ വീട്ടിൽ പോയി കിടന്നുറങ്ങി. പിറ്റേന്ന് ശിവരാത്രി അല്ലേ. ശിവരാത്രി ആയതുകൊണ്ട് അവിടെ അടുത്തൊരു ശിവക്ഷേത്രമുണ്ട്, മേലൂർ ശിവക്ഷേത്രം. നമ്മൾ അവിടത്തേക്ക് രാവിലെ പോയി എല്ലാവരും. ശിവരാത്രി ആയതുകൊണ്ട് അന്ന് പ്രത്യേക പൂജകളുള്ളതുകൊണ്ട് നമ്മൾ പൂജയെല്ലാം പങ്കെടുത്തു. വളരെ സന്തോഷമായിരുന്നു പൂജയിലെല്ലാം പങ്കെടുത്ത്. കഴിഞ്ഞ കൊല്ലം പറഞ്ഞ് ഈ ശിവരാത്രിക്ക് ഇവിടെ വരണമെന്നും പറഞ്ഞിരുന്നു, പക്ഷെ നമുക്ക് വരാൻ പറ്റിയില്ല. ഇപ്പോഴാണ് നമുക്ക് ഈ ക്ഷേത്രത്തിൽ വരാൻ പറ്റിയത്. പിന്നെ അമ്പലത്തിൽ ഒരു പൂജക്ക് പങ്കെടുക്കാനും പറ്റിയതിന് നമുക്ക് വളരെയധികം സന്തോഷമുണ്ട്. അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിൻ്റെ ചുറ്റുപാടിലൊന്ന് കാണുകയാണ്. അതെല്ലാം കണ്ട ശേഷം നമ്മൾ ക്ഷേത്രത്തിൽ നിന്ന് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ ഒരു പുഴയുണ്ടെന്ന് പറഞ്ഞു. ആ പുഴയും കാണാൻ പോയി. അതിൻ്റെ വീഡിയോസ് ഞാൻ ഇട്ടിരുന്നു, നിങ്ങൾ കണ്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു. പിന്നെ അവിടെ ഒരു സ്കൂളുണ്ടായിരുന്നു. അങ്ങനെ നമ്മളതൊക്കെ കണ്ടതിന് ശേഷം നമ്മളൊരു 12-11 മണിയാകുമ്പോഴത്തേക്ക് വീട്ടിലേക്ക് മടങ്ങി. പിന്നെ ഒരു അവിടെ അമ്പലത്തിൽ നിന്ന് കുറേ ഫോട്ടോസെല്ലാം എടുത്തിരുന്നത്. പിന്നെ ഒരു 12 മണിയാകുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് മടങ്ങി. ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിച്ചാൽ മാത്രം പോരാ, ഒരു ലൈക്ക് തരാനും മറന്നുപോയത്. ഇതാണ് ഞാൻ പറഞ്ഞ സ്കൂള്.